ഡോണർ സ്പേം ധാരാളമായിട്ട് നമ്മുടെ ഇൻഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിൽ ഏറ്റവും അധികം പ്രഗ്നൻസിയും ഡോണർ സ്പേം വഴിയാണ് നടക്കുന്നതെന്ന് ഞാൻ പറയും. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ആസിസ്പേമിയ നല്ല തോതിൽ ഒരവസ്ഥ. പക്ഷേ അത് നമ്മൾ ആൺകുട്ടികളെ വളർത്തുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. പെൺകുട്ടികളുടെ വളർച്ചയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പമോ അതിലപ്പുറമോ ആയി ആൺകുട്ടികളെ നോക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാര്യം അവരുടെ ഡ്രസ്സിങ്, നമ്മുടെ ഇന്നത്തെ സ്കൂൾ യൂണിഫോം എല്ലാം ടൈറ്റായിട്ട് സർക്കുലേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സിങ്, പിന്നെ ഇവർ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഈ പറഞ്ഞ ഗ്രിൽഡ് അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളെല്ലാം ബോഡി ഹീറ്റ്. ആക്ച്വലി സ്ത്രീയെയും പുരുഷനെയും വേർതിരിച്ചാണ് സൃഷ്ടിയിൽ തന്നെ. പുരുഷൻ്റെ ഓർഗൻ, സെക്ഷൽ ഓർഗൻ എന്ന് പറയുന്നത് തന്നെ ബോഡി ഹീറ്റിനേക്കാളും 3 to 4 സെൽഷ്യസ് കുറച്ചാണുള്ളത്, പുറത്താണുള്ളത്. അപ്പൊ അതുപോലും സ്പേമിന് ഒരു കുഴപ്പവും വരാതിരിക്കാൻ പ്രകൃതി അങ്ങനെ എന്തൊക്കെ പണികൾ നമ്മളെ സംരക്ഷിക്കാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ വരുന്ന മാറ്റങ്ങളുണ്ട്, ചേഞ്ചസ്, ചിലതൊക്കെ നശിച്ചു പോകുന്ന രീതികൾ. അപ്പോൾ അതിനെ നമ്മളൊന്നും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു രമ്യ, ഫെർട്ടിലിറ്റി റേറ്റ് വലിയ തോതിൽ ഇനിയും കുറഞ്ഞേ വരുള്ളൂ.